എല്ലാവർക്കും നമസ്കാരം. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾക്ക് ഈ വരുന്ന ആഴ്ച എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കിയാലോ? എന്തൊക്കെയാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നതെന്ന് വിശദമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഈ ആഴ്ചയുടെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ സൗഖ്യവും സമൃദ്ധിയും, അതായത് സന്തോഷവും ഐശ്വര്യവും ഒരുമിച്ച് അനുഭവിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് വരുന്നത്. ഈ ഒരു നല്ല ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാം, അല്ലേ? ആദ്യം തന്നെ ഈ ആഴ്ചയുടെ ഒരു പൊതുവായ സ്വഭാവം എന്തായിരിക്കും? നിങ്ങളുടെ മൂഡിനെയും സാഹചര്യങ്ങളെയും ഒക്കെ ഇതെങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഈ ആഴ്ച നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു സ്ഥിരതയും ആശ്വാസവും ഒക്കെ അനുഭവപ്പെടും. കുറേ നാളായിട്ട് മനസ്സിലിട്ട് നടന്ന പല പ്ലാനുകളില്ലേ, അതിലൊക്കെ നല്ലൊരു വ്യക്തത വരാൻ പോവാണ്. അതുകൊണ്ട് തന്നെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ മനസ്സിന് നല്ലൊരു തെളിച്ചം കിട്ടുന്ന സമയമാണിത്. ശരി, ഇനി നമുക്ക് നേരെ ജോലി, ബിസിനസ്, പണം ഈ കാര്യങ്ങളിലേക്ക് വരാം. നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തെ ഈ ആഴ്ച എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നതെന്ന് നോക്കാം. നിങ്ങൾ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു സന്തോഷ വാർത്തയുണ്ട്. നിങ്ങളുടെ അധ്വാനത്തിന് മേലുദ്യോഗസ്ഥരിൽ നിന്ന് നല്ലൊരു അംഗീകാരം കിട്ടാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പുതിയ ഉത്തരവാദിത്തങ്ങളും നിങ്ങളെ തേടി വരാം. ഇനി ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ പോലും നല്ല റിസൾട്ട് തരും. അപ്പോൾ ധൈര്യമായിട്ട് അത്തരം മാറ്റങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ പുതിയ അവസരങ്ങളൊക്കെ വരുമ്പോൾ ധൈര്യം കാണിക്കണം, അത് ശരി തന്നെ. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ കാര്യങ്ങൾ ഫലം കാണാൻ കുറച്ച് ക്ഷമയും വേണം. ഈ ധൈര്യവും ക്ഷമയും തമ്മിലുള്ള ഒരു ബാലൻസ് ഉണ്ടല്ലോ, അത് നിലനിർത്തിയാൽ വിജയമുറപ്പാണ്. ഓക്കെ, ഇനി പൈസയുടെ കാര്യത്തിലേക്ക് വരാം. ഇത്രയും നല്ല ഫലങ്ങളൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? പണം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഉത്തരം വളരെ സിമ്പിളാണ്. ആലോചിച്ച് മാത്രം മുന്നോട്ട് പോവുക. എടുത്തു ചാടി ഒരു സാമ്പത്തിക തീരുമാനവും എടുക്കരുത്. ഓരോ കാര്യവും ശ്രദ്ധയോടെ ചെയ്യുക. സമയം നല്ലതാണെന്ന് കരുതി ജാഗ്രത കൈവിടരുത്, കേട്ടോ. ചിലപ്പോൾ പെട്ടെന്നുള്ള ചില ചെലവുകളൊക്കെ ഈ ആഴ്ച വന്നേക്കാം. പക്ഷെ പേടിക്കേണ്ട, അതൊക്കെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതേ ഉണ്ടാവൂ. പിന്നെ നിങ്ങൾക്കാരെങ്കിലും പണം തരാനുണ്ടെങ്കിൽ ആ കുടിശ്ശികയൊക്കെ പിരിച്ചെടുക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ. അതിൽ വിജയിക്കാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ജോലി, പണം ഒക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? നമ്മുടെ കുടുംബവും ആരോഗ്യവും തന്നെ, അല്ലേ? അപ്പോൾ ഈ മേഖലകളിൽ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടതെന്ന് നോക്കാം. കുടുംബത്തിൻ്റെ കാര്യത്തിൽ വളരെ നല്ല ചില കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ കുടുംബത്തിലേക്കൊരു സന്തോഷവാർത്ത വരാം. അതോടൊപ്പം ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന ചെറിയ പിണക്കവും തെറ്റിദ്ധാരണകളുമൊക്കെ മാറിത്തുടങ്ങും. ഇതെല്ലാം സ്വാഭാവികമായും ദാമ്പത്യ ജീവിതത്തിലെ പരസ്പര ധാരണ കൂട്ടാനും സഹായിക്കും. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ കുറച്ചു കാര്യങ്ങൾ ശ്രദ്ധ വയ്ക്കുന്നത് നല്ലതാണ്. ഒന്നാമതായി, ഉറക്കം കളയരുത്. പിന്നെ ടെൻഷൻ, അത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. പ്രകൃതിദത്തമായ ഭക്ഷണങ്ങളും ചെറിയ വ്യായാമങ്ങളും ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും. പിന്നെ കഴുത്തിനും തൊണ്ടയ്ക്കും ചെറിയ അസ്വസ്ഥതകൾ വരാൻ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിലൊന്ന് ശ്രദ്ധ വയ്ക്കുന്നത് നന്നായിരിക്കും. ശരി, ഇത്രയും നല്ലൊരാഴ്ചയെ നമുക്കെങ്ങനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താം? അല്ലെങ്കിൽ ചെറിയ തടസ്സങ്ങളുണ്ടെങ്കിൽ അതെങ്ങനെ മാറ്റാം? അതിനുള്ള ചില പരിഹാരങ്ങളും ഭാഗ്യസൂചനകളും എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണിത്. വരുന്ന വെള്ളിയാഴ്ച ഓം ശ്രീ മഹാലക്ഷ്മി നമ എന്ന് 11 തവണ ജപിക്കുക. ലക്ഷ്മി ദേവിക്ക് വെളുത്ത പൂക്കൾ സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ്. അതോടൊപ്പം ഒരു സ്ത്രീക്ക് വസ്ത്രമോ മധുരമോ ദാനമായി നൽകുന്നത് നിങ്ങളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അപ്പോൾ ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഭാഗ്യ ദിവസം വെള്ളിയാഴ്ചയാണ്. ഭാഗ്യ നിറങ്ങൾ വെള്ളയും പിങ്കുമാണ്. അതേസമയം ഭാഗ്യസംഖ്യയെക്കുറിച്ച് ഈ വിശകലനത്തിൽ പ്രത്യേകിച്ചും ഒന്നും പറയുന്നില്ല. അപ്പോൾ കേട്ടല്ലോ, ഇത്രയും പോസിറ്റീവായ ഒരാഴ്ചയാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. ചോദ്യം ഇതാണ്: ഈ അവസരങ്ങൾ മുതലാക്കി ഈ ആഴ്ചയെ സമൃദ്ധമാക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഈ വിവരങ്ങളൊക്കെ ഒരു വഴികാട്ടിയായി എടുത്ത് നിങ്ങളുടെ പ്രയത്നത്തിലൂടെ ഈ ആഴ്ച ഏറ്റവും മികച്ചതാക്കി മാറ്റുക. എല്ലാവർക്കും നല്ലൊരാഴ്ച